ഉറപ്പായിട്ടും അറബിയാണ്. സത്യം അല്ലല്ല ബെല്ലി ഡാൻസിന്റെ പാട്ട് പോലെ. എൻകൽബിലുള്ളൊരു പെണ്ണാണ് മുഞ്ചുള്ള ഞാൻ പാടിയ അതാണോ? ഉല്ലാസ പറയല്ലേ. അടുത്തത് ഈ തുള്ളിച്ചാടിയ ഈ കുട്ടിക്ക് ആ പാട്ടൊന്ന് ഇട്ട് കൊടുക്കും. ഞാൻ പോയി കൊടുക്ക്. എന്തായാലും പറയാൻ പോണില്ല എന്റെ എനിക്കറിയാം. 14 ഭാഷയിലെങ്ങാണ്ട് പാടിയിട്ടില്ല. ഇത് ഏതാ ഭാഷ? എന്നെ ശല്യപ്പെടുത്തി അത് സമ്മതിക്കൂല. നടക്കൂ നടക്കൂല. എനിക്കറിയാം. എനിക്ക് ഒരു ഓരോ chance ബിജു ചേട്ടന് കൊടുക്കാം. പറയാമോ? പൂക്കാലം വന്നു പൂക്കാലം. ആണോ രമള? എന്റെ ദൈവമേ, ഈ ചിക്കൻ ഫ്രൈയുടെ മണം കണ്ട് മൂക്കിലേക്ക് അടിച്ച് കേറുമ്പോണ്ടല്ല ശരത്തേ, ആ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ ഇച്ചിരി കുരുമുളകിന്റെ പൊടി കൂടി ചേർത്തേക്കിട്ടാ. കുറയ്ക്കണ്ട, ഒട്ടും കുറയ്ക്കണ്ട, എരിഞ്ഞ് തള്ളണം. ഇത് എവിടെ പോയി കിടക്കാ? എടാ സാധനം മേടിക്കാൻ 1-ാം തീയതി അല്ലേ? ഇത് എത്ര നേരമായി നീ പോയിട്ട്? അല്ല ഇയാളെ വിളിച്ചിടാ, 1-ാം തീയതി ബിവറേജ് അവധിയാണ്. ഞാൻ മറ്റേ രാജേട്ടന്റെ വീട്ടിൽ പോയിട്ട് ഒപ്പിച്ചോണ്ട് വന്നതാണ്. സാധനം കിട്ടിയാ? പിന്നെ സാധനം കിട്ടാറിയാ. എടാ ഭുവനേന്ദ്രൻ പോയി കഴിഞ്ഞാൽ എന്തേലും തടസ്സമുണ്ടോ ഈ മദ്യത്തിന്റെ കേസ്? അത് മതി, കിട്ടിയല്ലോ സാധനം. ഞാൻ രാജേട്ടൻ്റെ ഒരു സാധനം മേടിക്കാൻ തന്നപ്പോഴേ അവിടെ ഒരു ചൈനക്കാരിരിക്കണ്ട പുള്ളിയുടെ തിണ്ണക്ക്. ചൈനക്കാരനാ? ആ അയ്യത് വേറെ ആരല്ല, പിന്നെ നമ്മുടെ രായന്റെ അമ്മായപ്പനുണ്ടല്ലോ. ഇന്നലെ കള്ളു കുടിച്ച് വാള് വെച്ച് കിടന്ന് പുറത്താണ്. പട്ടി ഒന്ന് മൂക്കടിച്ചോണ്ട് പോയതാണ്. അതാന്ന് പറഞ്ഞാ ഇങ്ങനെ അതാണ് സംഭവം. നല്ല മണം വരുന്നല്ലടാ. ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ ആണ് ഇന്ന്. ചിക്കൻ ഫ്രൈ ആണെന്ന് ഇവിടെ. ടച്ചപ്പിന് മറ്റേ ബ്രോയിലർ ചിക്കനാണ് ഞാൻ കഴിക്കൂലോ, ഈ മരുന്നടിച്ചു വരുന്നത്. ബ്രോയിലർ ഒന്നല്ല. പിന്നെ നീ ഗിരിരാജൻ എന്ന് കേട്ടിട്ടുണ്ടാ? പ്രശ്നക്കാരനാണ്. നീ വിളിക്കാമോ അവനെ? അടിച്ചവനെ കറ ഞാൻ വിളിക്കും ഞാൻ. അല്ല അത്ര വലിയ പ്രശ്നക്കാരനാണ്. വിളിയാ നിന്നോടുള്ള പ്രശ്നമാണ്. എന്റെ പ്രശ്നമാണ്. ഈ ഗിരിരാജൻ എന്ന് പറഞ്ഞ കോഴിയാണ്. കോഴിയാ? ഗിരിജാരനല്ല, ഗിരിരാജൻ. സംഭവം എന്ന് അറിയാവൂടാ, ഈ ഇന്നലെ എല്ലാ ദിവസവും എന്റെ വീട്ടില് രാവിലെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കോഴി വരും. ഇന്ന് രാവിലെ കോഴി വന്നപ്പോ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ശല്യമാണ്. ഒരു കല്ലെടുത്ത് ഒറ്റ കീറാണ് സാധനം. അപ്പം തന്നെ മറുകയാ അടിച്ച് തകർത്ത് കളഞ്ഞു. അപ്പൊ തന്നെ തീർത്ത്. അതിനെ ഫ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരെ ശരത്ത്. ശരത്ത് സാധനം ഇല്ലടാ. റെഡിയാണെന്ന് പറഞ്ഞു. തകർത്ത് വെച്ചേക്കല്ലേ? കിട്ടുക സാധനമാണ് മോനെ. നീ പണി ഗ്ലാസും വെള്ളം എടുത്തോണ്ട് പോവാ. ഗ്ലാസും വെള്ളം എടുത്തോണ്ട് പോവാ. 3 ഗ്ലാസും വെള്ളോടെ ഇപ്പൊ पीछे मूव आगे चल लेफ्ट हैंड राइट हैंड अबाउट 10 परेड come on എങ്ങോട്ടാ? അടുക്കളയിലോട്ട്. അവിടെ ഒന്നും വെന്തിട്ടില്ല. എന്നാ റിട്ടേൺ. നിക്ക്, അവൻ പൊക്കോട്ടെ. അവൻ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഈ കുറ്റം പറയാൻ വന്നേക്കണം അവനെ. എവിടെ എന്റെ പ്രിയ ശിഷ്യൻ? ശിഷ്യൻ ഇവിടെ ഉണ്ട്. ശിഷ്യൻ അടിപൊളിയായിട്ട് പഠിപ്പിച്ച് നല്ലൊരു പട്ടാളക്കാരനാക്കി എന്നെ മുന്നിലേക്ക് വിട്ടു. തീർച്ചയായിട്ടും അവന്റെ മേൽ ഞാനൊരു താജ്മഹൽ പണിയും. ഒരടി തന്നണ്ടല്ല, താജ്മഹൽ പണിയാനാണ് ഇവിടെ വിളിച്ചു കൊണ്ടുവന്നത്. അഞ്ജലി ഏതായാലും ഒരുപാട് സിനിമകളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് അവാർഡ്സ് ഒക്കെ നേടിയിട്ടുള്ള ഒരു മികച്ച നടി തന്നെയാണ് നമ്മുടെ ഈ ഒരു മലയാള സിനിമയിലെ ആക്ട്രസസിന്റെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമകൾ, ഇനി കുട്ടിമാമ എന്ന് പറഞ്ഞ സിനിമ VM മനു സാറിന്റെ വരാനിരിക്കുന്ന സിനിമയാണ്. പിന്നെ മാർജാര ഒരു കല്ല് വെച്ചനോട, അങ്ങനെ കുറച്ച് പടങ്ങൾ ഇപ്പോൾ നിറയെ പടങ്ങളുണ്ട്, കൈ നിറയെ പടങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. സ്വർണ്ണ മത്സ്യങ്ങളും ഗംഭീര വിജയമാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഉത്തരവാദിത്തം നീ വലിയ ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ബാക്കിയുള്ള ചേട്ടാ ഇവിടെ വാ.
ഇയാൾ ഈ ആടി പറഞ്ഞ് എങ്ങോട്ടാ ഈ വരുന്നത്? അല്ല ഞാനൊരു കാര്യം ചോദിച്ചു, എനിക്ക് ഈ പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ നിൽക്കുന്ന പെൺപിള്ളേരോട്. ഇങ്ങോട്ട് മാറിക്ക്. I don't care. ഞാൻ പാന്റ് ഷർട്ടൊക്കെ ഇട്ട് പകുതി ആണായിട്ട് എടുക്കുന്ന കാര്യം പറഞ്ഞു. ഞാനൊരു ആനക്കാരനാണ് കേട്ടോ. ആനക്കാരനാണ്. ആന എന്റെ ആനയ്ക്ക് പാന്റ് തയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ലോഡ് തുണിക്ക് ഞാൻ ഇവിടെ പറഞ്ഞു. പുള്ളി ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞിട്ട് ഇത്ര നാളോട് എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. എനിക്ക് എന്റെ ആനയ്ക്ക് പാന്റ് തയ്ക്കണോന്ന് പറഞ്ഞില്ലേ? താനത്ത് മനുഷ്യനാണോ? ആനയ്ക്ക് എന്തിനാ പാന്റ്? ആനയ്ക്ക് എന്തിനാ പാന്റെന്നോ? ഒരു കൊച്ചാ നിങ്ങളിത് കേട്ടോണം. ഞാൻ ഈ ആനയായിട്ട് ഉത്സവപ്പറമ്പ് പരിപാടിക്ക് പോണതാ. അപ്പൊ ഞാൻ എന്റെ ആനയായിട്ട് ഞാൻ ഈ ഉത്സവപ്പറമ്പ് വഴി ഞാൻ നടക്കാൻ നേരത്തെ എന്റെ കൊച്ചെ കീട്ടിലും പെണ്ണുങ്ങള് നല്ല സെറ്റുസാരിയെ കൊടുത്ത് താലമൊക്കെ ആട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ആന മാത്രം തുണിയും മണിയും ഇല്ലാതെ ഇങ്ങനെ ആട്ടി നടക്കുക. അപ്പൊ അവന് ചമ്മലില്ലേ? ഏത് നേരം എൻ്റെ മുഖത്തോട്ട് നോക്കി കണ്ണിൽ കൂടെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക. ഇവിടെ എല്ലാ സാധനവും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പനമ്പട്ടയ്ക്ക് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ സാധനം കിട്ടിയിട്ടില്ലല്ലോ. ആരെങ്കിലും പനമ്പട്ടയ്ക്ക് വരുവോടോ? ഞാനൊരു സുതരതിക്കാരനാ. പക്ഷെ എന്റെ സെക്കൻ പാപ്പാൻ എങ്ങാനും ഇത് അറിഞ്ഞ പുള്ളി എന്നെ കൂട്ടല്ലേ ഭയങ്കര ചൂടനാ. എന്റെ സ്വന്തം ആന കേശവനെ പോലും മുട്ട കുത്തിച്ചുള്ള മനസ്സിലാവും. അറിയാമോ നിങ്ങക്ക്? പുള്ളി വിളിക്ക്. സെക്കൻ പാപ്പാനാ ഈ മൂക്കിപ്പട്ടി ടപ്പിയുടെ അത്രയുള്ള സാധനമാണോ താൻ തെക്കൻ പാപ്പൻ ആനയെ മുട്ടുകുത്തിച്ചെന്നൊക്കെ പറഞ്ഞത്? ഈ ഐറ്റം ഫസ്റ്റ് പാപ്പ എന്ന് പറയുമ്പോൾ ഇച്ചിരി പൊക്കം വേണം. സെക്കൻ പാപ്പ എന്ന് പറയുന്നത് നേരെ താഴെ നിൽക്കണം. അതാണ് സെക്കൻ പാപ്പ. ഔസേപ്പച്ചൻ സാർ നമസ്കാരം. വെൽക്കം ടു തമാശ ബസാർ. സർ, മലയാള സിനിമയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ മ്യൂസിക്കിന്റെ ഒരു ചരിത്രം സാറിന്റെ പേരില്ലാതെ ഇൻകംപ്ലീറ്റ് ആണ്. അത്രയധികം ഹിറ്റ് പാട്ടുകൾ മലയാളികൾക്ക് തന്നിട്ടുള്ള, അത്രയധികം ഹിറ്റ് BGM സ്കോഴ്സ്, സിനിമകളുടെ ആത്മാവ് സാറിനെ പോലെ ഒരാളുടെ സംഗീതമായിട്ടുള്ള മാജിക് നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. അത്രയ്ക്കും മലയാളികൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഔസേപ്പച്ചൻ സാർ. അങ്ങനെ തമാശ ബസാറിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് സാറിന്റെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ? ഏറ്റവും പുതിയത് എന്ന് പറയുന്നത് ഇപ്പോൾ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. എവിടെ എന്ന് പേരിട്ടിട്ടുള്ള ഒരു സിനിമയാണ്. പുതുമുഖമാണ് അതിലത്തെ ഹീറോ. അതിൽ പാട്ടുകൾ ഒരു 3 പാട്ടുണ്ട്, അത് റെക്കോർഡ് ചെയ്തു. അതിൽ ചില പുതുമുഖങ്ങളൊക്കെ തന്നെയാണ് പാട്ട് പാടിയിരിക്കുന്നത്, പലരും പല പാട്ടുകളും. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മ്യൂസിക്കൊക്കെ അതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് മ്യൂസിക് ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചൊരു വ്യക്തി ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അത് അവിടെ ഇരിക്കുന്ന സുനിൽ എന്ന് പറഞ്ഞ സുനിലേട്ടനാണ് ആ താരം. അതെ, ആ താരം. ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്, അടിച്ചുപൊളി പാട്ടുകളുണ്ട്. അതിൻ്റെ ഒപ്പം നല്ലതായിട്ട് ഹ്യൂമർ കൊണ്ടുവന്നിട്ടുള്ള പാട്ടുകൾ, കേട്ടാ ചിരിക്കുന്ന ഇപ്പം കവിളിണയിൽ നിന്നുള്ള പാട്ട്, അതുപോലെ നമ്മുടെ പിച്ചകപ്പൂങ്കാവുകൾ, എന്തോരം സിനിമയിലുള്ള പാട്ടുകളാണ്. സിറ്റുവേഷൻ അനുസരിച്ച് കോമഡി, നല്ല പാട്ട് കേട്ടാലേ ചിരി വരുന്ന ടൈപ്പ് പാട്ടുകൾ. അതെങ്ങനെയാണ് അത് ശരിക്കും ജീവിതത്തിൽ ഒരുപാട് നർമ്മം കൊണ്ടു നടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരിക? ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നർമ്മം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല. നമ്മളുടെ തെറ്റുകളും അബദ്ധങ്ങളും കണ്ട് മറ്റുള്ളവർ ചിരിക്കുന്നു, അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കോമഡി പറയുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. കുറച്ച് സീരിയസ് ആയിട്ടോ ഇപ്പോഴത്തെ പയ്യനോ ഇതോ ഇരിക്കട്ടെ, പോട്ടെ, ഞാനത് വിട്ടു. TG രവിയുടെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഉമ്മറിന്റെ വീട്ടിലോട്ട് കയറി ഉണ്ണിമേരിയുടെ അവസ്ഥയാണ് ജനങ്ങളുടെ. പഴയ കാലമായാലും പുതിയ കാലമായാലും അവിഹിതത്തിന് മാത്രം ഓരോ ഇനിയെങ്കിലും ഒന്ന് എവിടെയും ഒന്ന് ഉറച്ചു നിക്കന്റെ കൊച്ചേട്ടാ. എന്തോട്ടാടാ നീ കാണിക്കണേ? ജയിലില് ചിക്കൻ ബിരിയാണി ഉള്ളപ്പോ തന്നെ നമുക്കിവിടെ വരാൻ പറ്റില്ലടാ. അതൊരു ഭാഗ്യമായിട്ട് കാണും.
അജോ നാട്ടിൽ നിന്ന് 10 കള്ളന്മാരെ പിടിച്ച 9 പേരും ഇന്റർനാഷണൽ കള്ളന്മാരാ. എന്ന് വെച്ചാ അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചവര്.